എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഞാനൊരു മാമ്പഴവും വെള്ളിരിക്കയും വച്ചിട്ട് ഒരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് മാമ്പഴം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഒരു പകുതി വെള്ളിരിക്ക കൂടി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും ഒരു അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. അതിനുശേഷം കുറച്ച് അധികം തേങ്ങ വേണം. തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, അല്പം ജീരകം എന്നിവ അല്പം വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരയ്ക്കുക എന്ന് വെച്ചാൽ നല്ല വെണ്ണ പോലെയൊക്കെ അരയ്ക്കുക എന്ന് പറഞ്ഞിട്ടില്ല, അതുമാതിരി അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ വെന്തോ എന്ന് നോക്കാം. വെള്ളിരിക്കയും മാമ്പഴവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നന്നായി അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒരു പതുക്കെ ഒരു തിള വരാൻ പറ്റുള്ളൂ, നന്നായിട്ട് തിളയ്ക്കരുത്. അന്നേരം തേങ്ങ അരച്ചതിൻ്റെ സ്വാദൊക്കെ പോകും. നന്നായിട്ടൊരു കുറച്ച് തിള വന്ന ശേഷം നമുക്ക് തൈര്, നല്ല തൈര്, പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ച ശേഷം നന്നായി ചൂടായ ശേഷം കറി ഇറക്കി വയ്ക്കാം. അല്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ വെള്ളിരിക്ക ചേർത്തുകൊണ്ട് നല്ല മധുരം, ഒരു ചെറിയ മധുരം വേണം കറിക്ക്. അതിന് മാമ്പഴവും വെള്ളിരിക്കയും കൂടെ ഇത് കാരണം മധുരമൊന്നും അങ്ങനെ കിട്ടുകയില്ല. അത് കാരണം ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടിയും ഈ ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പിലയും ചേർത്ത് ഒന്ന് താളിച്ച് ചേർക്കാം. ഒരു ഗ്ലേസിങ്ങിന് വേണ്ടി ഇതെല്ലാം കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ മുളകും കറിവേപ്പിലയും ഇട്ട ശേഷം ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആ താളിപ്പ് കറിയിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഇതാണ് മാമ്പഴ പുളിശ്ശേരിയുടെ രുചിക്കൂട്ട്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.